ഹലോ ഗായ്സ്, ഞാൻ ഇത്രയും ദിവസം ഒരു തെറ്റ് ചെയ്തു. ഞാൻ ആ തെറ്റേറ്റു പറയുകയാണ്. ഒരാളെ എല്ലാവരും കൂടി ഇട്ട് പീഡിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃപാസനം ഉടമ്പടിയപ്പച്ചൻ്റെ കൂടെയാണ് ഞാൻ. എനിക്ക് ആക്ച്വലി ഉടമ്പടിയപ്പച്ചൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ. എന്താ പ്രശ്നം എന്നറിയാമോ? പൊതുസമൂഹത്തിന് കിട്ടേണ്ട ഫണ്ട് അടിച്ചു മാറ്റിയ കള്ളനാണ് അങ്ങേര്. 50 ലക്ഷം രൂപയാണ്. അത് പിന്നെ തോമസ് എണ്ണം കൊടുത്തതാണ്. എന്നാലും ആ പൈസ അടിച്ചു മാറ്റിയത് ശരിയല്ലല്ലോ. ചവിട്ട് നാടകം പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് സെന്റർ എന്നാണ് പുള്ളി സ്വന്തം സ്ഥാപനത്തിനെ അവകാശപ്പെടുന്നത്. അവിടെ എന്ത് റിസർച്ചാണ് നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ശബരപരപരപരപര. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പ്രെയറിലേക്ക് വന്നുപോയ തീവ്രമായ പ്രെയറിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. കർത്താവിനോട് അടുത്ത് നിൽക്കൂ കുഞ്ഞാടുകളെ, കർത്താവിൻ്റെ അടുത്തേക്ക് പോകൂ കുഞ്ഞാടുകളെ. നാക്കില് വൃത്തികളെ വരുള്ളൂ. ആകട്ടെ, ഇത് പറയാനുണ്ടായ കാരണം എൻ്റെ അപ്പച്ചനെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നു. കേസ് അപ്പച്ചൻ ഉടമ്പടി എടുക്കുന്നതിന്റെ സമയം പറയുന്നുണ്ട്. നിങ്ങളിത് കേൾക്കൂ, നിങ്ങളിത് കാണുക. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷതയോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ 5:30 മണിക്കാണ്. അപ്പൊ എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ നിങ്ങൾ ഉപദേശിക്കും. 3 മണിക്ക് പ്രാർത്ഥിക്കാം, 10 മണിക്ക് പ്രാർത്ഥിക്കാം. അത് അവരുടെ കാര്യം. സത്യം, അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പച്ചന്റെ കണ്ണിലേക്ക്. 5 മണി സമയം പറഞ്ഞാൽ 5 മണിക്ക് വന്ന് ഹാജരായിക്കണം. അല്ലാണ്ട് കണാപ്പിണാന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പച്ചന്റെ കണ്ണുകളിലേക്ക് സ്വപ്നത്തിലെന്ന പോലെ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിരിക്കുകയാണ്. ആ സ്തോത്ര കാഴ്ചയാണ് പുള്ളിക്കാരൻ നമ്മളടുത്ത് അവതരിപ്പിച്ചത്. പക്ഷേ പുള്ളിക്കെതിരെ ഇവിടെ വലിയൊരു സംഘം തന്നെയുണ്ട്. കേൾക്കാം. 3 മണി, അത് വെളുപ്പിനെ 3 മണിയാണെങ്കിലും രാത്രി ഉച്ച കഴിഞ്ഞ് 3 മണിയാണെങ്കിലും ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആ സമയത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, കഠിന വേദനയുടെ ആധിക്യത്തിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ലോകത്തിന് സമർപ്പിച്ച സമയമാണ് 3 മണി. ഈശോ പറയുകയാണത് ലോകത്തിൽ കരുണ സമ്പാദിക്കാനുള്ള മണിക്കൂറാണത്. എന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആ സമയത്ത് 3 മണിക്ക് 3 മണിന്ന് പുള്ളി, 5 മണിന്ന് അങ്ങേര്. ഈ രാത്രി 3 മണിക്ക് ഞാനും പഠിച്ചിരുന്ന കോൺവെന്റിലാണ്. അപ്പോൾ 3 മണിക്കല്ല 12 മണിയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയാം. അത് ഏത് വകുപ്പായിരുന്നു എന്നറിയാൻ വയ്യ. 12 മണിയായപ്പം നമ്മളടുത്ത് പറയും അവിടെ ഹാളിലേക്ക് വരിക, എല്ലാവരും അവിടെ പ്രെയർ ഉണ്ട് വന്ന്. അതൊരു പ്രെയർ ആയിരുന്നല്ലോ. അത് എത്ര മണിയാണ്? മൊത്തത്തിൽ കൺഫ്യൂസായി. 5 മണിയാണോ 3 മണിയാണോ 12 മണിയാണോ? അതൊക്കെയാണ് അച്ഛൻ പറയണേക്ക്. ഇവിടെ തന്നിരിക്കുന്ന വിഷയത്തിന്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത്. അത് നിങ്ങൾ ദൈവത്തിൽ ഉടമ്പടി ചെയ്തതാണ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ശരിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം. ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് 5:30 ഡേറ്റിൽ നിങ്ങൾ സമയത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോഴേ അത് ടൈം പറഞ്ഞേക്കുന്നത് 5:30ആണ്. പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. 5 മണി എന്നല്ല അച്ഛൻ പറഞ്ഞത്. 5 മണിക്ക് പഠിക്കുന്നവരുണ്ട്. എന്തോ പരീക്ഷ ജയിക്കണോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ, 5 മണിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. 5 മണിക്ക് ചെയ്തേ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അപ്പണ്ടാ വീണ്ടും മറ്റേ അച്ഛൻ 3 മണി, അത് വെളുപ്പിനെ 3 മണിയാണെങ്കിലും രാത്രി ഉച്ച കഴിഞ്ഞ് 3 മണിയാണെങ്കിലും ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ല, ചില വണ്ടികൾ അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഉടമ്പടിയാണിത്, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല. കവനന്റ്, ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്. ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. രണ്ടുപേരുടെ തള്ളെ അടി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പണ്ട് ഞാൻ വിചാരിച്ചു ശരി, ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്നു. അടുത്ത 3ാമത്തെ അച്ഛനെ കേൾക്കണ്ടേ? അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പൊ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മളൊരു ആഗ്രഹം ആഗ്രഹിക്കുക, എന്നിട്ട് നേരെ നമ്മൾ വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ട്. എവിടെ? നമ്മളെ റിസർച്ച് സെന്ററിലേക്ക് 50 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത, ഗവൺമെന്റ് ഡൊണേഷൻ കൊടുത്ത ചവിട്ട് നാടകം പഠിപ്പിക്കാനുള്ള റിസർച്ച് സെന്ററിലെ ആലപ്പുഴയിൽ കൃപാസനം. അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നാൽ അപ്പച്ചൻ കാശ് കൊടുത്തിട്ട് ഉടമ്പടി എടുക്കാൻ പറയും. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പത്രം വാങ്ങിക്കണം. അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ എന്തായാലും അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടില്ല. ഇനി എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ സ്തോത്രം. അപ്പൊ അവിടെ ചെന്ന് അവിടെ കർത്താവൊന്നുമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് മാത്രം മതി. അമ്മയെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ കർത്താവിനെ ഒന്നും അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലണ്ട. അവിടെ കർത്താവിന് സ്പേസ് ഇല്ല.
അത് കഥയിൽ ചോദ്യമില്ല. കൂടുതൽ ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും, അതങ്ങോട്ട് കേട്ടാൽ മതി. ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണ്ട. കൃപാസന അപ്പച്ചനും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടൊന്നും പറയണ്ട. ഇങ്ങോട്ട് പറയണമെങ്കിൽ വേണമെങ്കിൽ കേട്ടാൽ അത് ഒന്നുമില്ലല്ലോ. ഇത്രയും മനുഷ്യരാണി നിരത്തിക്കൊണ്ട് ഈ ജാഥയൊക്കെ ഉണ്ടാക്കാൻ വേറെ ഏതാൾക്ക് പറ്റും എന്നുള്ളതാണ് പോയിട്ട്. അത്രയും മനുഷ്യർ അപ്പച്ചൻ പറഞ്ഞാൽ കേൾക്കും. നിസ്സാരമില്ല. ആലപ്പുഴയിൽ എങ്ങനെ ഒരുത്ത വോട്ടെടുക്കാനല്ല, ഇലക്ഷന് നിന്നു എന്ന് വെക്കാം. അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി, അപ്പച്ചൻ ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്തിരിക്കുന്നത്, ഹാലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അപ്പച്ചൻ കുഞ്ഞാടുകളോട് പറയും, ദൈവനിക്ക് വോട്ടിട്ടേരെന്ന്. സർവത്ര മനുഷ്യരെ അവർക്ക് വോട്ടിടും. അറിയാമോ? വേറെ ദേശത്തുള്ളവരാണെങ്കിൽ പോലും അവർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വോട്ടിടും. അതെങ്ങനെയെന്ന് വെച്ചാൽ അസാധുവാകുന്ന ഒരു വോട്ട് അങ്ങ് കുത്തും, അത്ര തന്നെ. എന്നാലും വോട്ടിടും. അതാണ് അപ്പച്ചൻ്റെ പവർ. നിസ്സാര പവർ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത്. പുള്ളി സ്ട്രോങ് ആണ്. പക്ഷേ മറ്റച്ഛന്മാർക്ക് കുശുമ്പ് കുത്തി. അതുകൊണ്ടാണ് അടുത്ത അച്ഛൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്. കേൾക്കാം. നിങ്ങൾ അതിൽ എഴുതി ഒപ്പിട്ടു, ഇത് എന്റെ പ്രാർത്ഥനയാണ്, ഇത് ഞാനും ഏറ്റെടുത്തിരിക്കുന്നു, ഇത് എന്റെ സ്വന്തമാണ്, ഇത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ് ആമേൻ ചെല്ലുമ്പോൾ. അല്ലാണ്ട് അങ്ങ് ചേർത്തലേ പോയല്ലോ ഉടമ്പടി ചെയ്യേണ്ടത്. ഓടുക കൃപാസനം, മറ്റേ പത്രവും കഷതി വെച്ചുകൊണ്ട് ഓടുക. ഇവിടെ ആമേനൊന്ന് മര്യാദയ്ക്ക് ചെല്ലിയാൽ മതി, തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ചെല്ലത്തില്ല. പോയിന്റ്, നമ്മൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. നമ്മൾ ചേർത്തലയിൽ ചെന്ന്, പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ എന്തിനു ഉടമ്പടി എടുക്കണമെന്നാണ് ചോദ്യം റെലവൻ്റ് ആണ്. നമ്മൾ ദൈവത്തിലൂടെ ഉടമ്പടി എടുക്കില്ല. അതിപ്പോൾ എവിടെയെങ്കിലും ചെയ്താൽ പോരെ? എത്രയും സ്ഥലത്ത് ദാനകേന്ദ്രങ്ങളുണ്ട്, അവിടെ പോയാൽ പോരെ? അതാണ് അപ്പച്ചൻ്റെ കഴിവറിയാത്ത ഒരു കുഞ്ഞാടാണ് ഈ അച്ഛൻ. അതുകൊണ്ടാണ് ഈ അച്ഛൻ ഈ തോന്നിയാസം പറയുന്നത്. യഥാർത്ഥത്തിൽ ഉടമ്പടി എടുത്താൽ നമ്മൾ കൃപാസനം അച്ഛൻ്റെ ഉടമ്പടി മാത്രം എടുക്കാം. ഇത് ഇവിടെയുണ്ട് ഒരു ധ്യാനകേന്ദ്രം, ഈ പടയപ്പ. ഞാൻ അവിടെ ചെല്ലാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഞാൻ പറയും, അച്ഛ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന്. ഇവിടെ ഉടമ്പടി തേങ്ങ മണ്ണാൻ കെട്ടിയതില്ല, വേണ്ടാതെ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോടിയിരുന്നു. ഇങ്ങേർക്ക് എൻ്റെ അടുത്തൊരു സ്നേഹമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛന്മാർക്കെല്ലാം തിരിഞ്ഞത്. ഞാൻ ഇവർ എല്ലാം റിജക്റ്റ് ചെയ്തു. ഞാൻ ഇനി ഒരൊറ്റ അച്ഛൻ, അതാണ് കൃപാസനം അപ്പച്ചൻ, എൻ്റെ സ്വന്തം അപ്പച്ചൻ. ശരിയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സഹാരായി പോകും. ആരെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്ന ചിന്തയുമായിട്ട് നമ്മൾ ഓടി. എനിക്കൊരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കിന് ഒരാൾ എന്നെ വിളിച്ചിട്ട്, ഒരച്ഛൻ എന്നെ ഫോൺ വിളിച്ചിട്ട്, നിനക്ക് കുറേ നാളുകളായിട്ട് പ്രശ്നങ്ങളാണ് കേട്ടോ, നീ എത്രയും പെട്ടെന്ന് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് തരാം, നീ അവിടെ പോയി ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ധ്യാനം വിശുദ്ധ കുർബാനയാണ്. അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ലോകത്ത് ഞാൻ അച്ഛനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ? സാധാരണ അച്ഛന്മാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അൽത്താര ബാലന്മാർ വല്ലതും പ്രശ്നം ഉണ്ടാക്കിയോ? എന്തെന്നാവട്ടെ, ഈ അച്ഛനിക്ക് കുശുമ്പ് ഇഷ്ടമില്ല. മനസ്സിലാവുന്നില്ലേ? കുശുമ്പ് അങ്ങോട്ട് കുത്തിയിട്ട് പറയണതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. മുഴുത്ത കുശുമ്പാണ്. ഇത്രയും മനുഷ്യര് കൃപാസനം അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകുന്നതിനുള്ള മൂത്ത കുശുമ്പാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, കൃപാസനം അപ്പച്ചന് വേണ്ടി ആമീൻ ആമീൻ എന്ന് എഴുതിയിടണം കമൻറ്റിൽ. നമ്മളുടെ ഓരോ ആമീനും ഈ പറയുന്ന അച്ഛന്മാരുടെ മുഖത്തേക്കുള്ള അടിയായിരിക്കണം. നമ്മൾ കൃപാസനം അപ്പച്ചന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഗായ്സ്. നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹബരബരബരബരബര. ഈ ഹബരബരബരബ എന്ന് പറയുന്ന അന്യഭാഷയുടെ, അത് തെറ്റിദ്ധരിക്കേണ്ട. അത് നമ്മളിങ്ങനെ പ്രയറിൻ്റെ ഉച്ചഘട്ടത്തിൽ നമ്മളിലേക്ക് വന്നു കയറുന്ന ഒരു ജിന്നാണ്. അവർക്കത് ജിന്നല്ല, അത് വേറൊരു സാധനമാണ്. ഇനി അതെന്തരാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ആ സാധനം അപ്പോൾ വരും, അത്ര തന്നെ. എവിടെ പോയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം. കല്ലെറിയുന്നവർ എറിഞ്ഞോട്ടെ, വസ്ത്രാക്ഷേപം ചെയ്യുന്നവർ ക്ഷയിച്ചോട്ടെ, അവന് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും പറ്റുന്നില്ല. പറയേണ്ടവരെ കിടന്ന് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും തീർന്നിട്ടില്ല. ആമേനെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോട് മനുഷ്യവംശം നൂറ്റാണ്ടുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. മുതൽ പറയാം, നമ്മൾ കർത്താവിൽ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാകുക ആദ്യം. അത് ഇഷ്ടം അറിയണമെങ്കിൽ എനിക്ക് വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സൊന്ന് ശാന്തമാക്കുക. ബഹളങ്ങളിലേക്ക് ഓടിപ്പോകാതെ ഈ ദേവാലയത്തിലേക്ക് ഓടി വരിക, ഇവിടെ വന്ന് ശാന്തമായിട്ടിരിക്കുക. വിശുദ്ധ കുർബാനയിൽ ഒന്ന് സജീവമായി പങ്കെടുക്കുക. ഒച്ചപ്പാടും ബഹളത്തിനും തുള്ളുന്നതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ ഒന്ന് ശാന്തമാകുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഈ ദുഃഖമുണ്ട്, ഇതൊന്ന് നേരിടാനുള്ള ശക്തി നീ തന്നാൽ മതി, നീ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി, ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് പക്ഷെ എന്തെന്ന് പറഞ്ഞാലും കൃപാസന അപ്പച്ചൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുന്നതിന്റെ എഫക്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല. അച്ഛൻ പറഞ്ഞ പുളൂസ് അടിക്കേണ്ട. അച്ഛന് പ്രശ്നം വന്നപ്പോൾ തന്നെ വേറൊരു അച്ഛനോട് പറഞ്ഞു കൊടുത്തു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതിയെന്ന്. മര്യാദയ്ക്ക് അത് കേൾക്കുന്നതിന് പകരം ആ അച്ഛനെതിരെ ആളുകളെ തിരിച്ചു വിടുകയാണ് ഈ അച്ഛൻ. ഏത്? അത് തന്നെ. ഇത് മാറണ്ട
എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്ക്. അതാ യഥാർത്ഥ വിശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞ അനുഭവം പറഞ്ഞില്ലേ, 20 വർഷത്തിന് മുകളിലായിട്ട് സ്വന്തം ഭാര്യയെ നോക്കുന്ന ഒരു ഭർത്താവ്, അയാൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. 20 വർഷം തുടർച്ചയായി ഒരു ദിവസം പോലും ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് പോകാതെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഭർത്താവ് എനിക്കൊരു അത്ഭുതമാണ്. ഇപ്പൊ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണണം. വീടുകളിലുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് ജീവിക്കുന്ന അമ്മമാരും അപ്പന്മാരും. പക്ഷെ നമ്മൾ അറിയുന്ന ആരെയാ? ശരണ്യം കിരണ്യം ഒക്കെ നമ്മൾ അറിയുന്നത്. അവരുടെ കഥ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവരെയാ മാതൃകയാക്കി. ഇവിടെ എങ്ങോട്ടാ വളഞ്ഞുകുത്തി വന്നേന്ന് മനസ്സിലായോ? അതാണ് അവിടെ ഹിന്ദുമത വിശ്വാസികൾ പോകുന്നുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം. ശരണ്യം ഗുരണ്യം അത് തന്നെ. എന്തിനധികം AK ആന്റണി ഇല്ലേ നമ്മുടെ ജുക്തിവാദി, ഓന്റെ പെണ്ണുമ്പുള വരെ അവിടെ വന്ന് പറഞ്ഞു. ജുക്തിവാദികളുടെ വീട്ടുകളിൽ പോലും അത്രയധികം ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പ്രത്യേക തരം പവറുള്ള നമ്മളുടെ സ്വന്തം ചേർത്തല അപ്പച്ചൻ, ആലപ്പുഴ ചേർത്തല എന്തെങ്കിലും കൃപാസനം, അതിനകത്ത് തർക്കമില്ലല്ലോ, കൃപാസനം അപ്പച്ചൻ. അങ്ങേർക്കെതിരെയുള്ള പടവാളാണ് ഈ കാണുന്നത്. ജീവിതം മുഴുവൻ റബ്ബർ വെട്ടിയും പാല് വെട്ടിയും പാറ പൊട്ടിച്ചും മക്കൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കി ജീവിച്ച് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ ദൈവമേ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അപ്പന്മാരുണ്ട്. തങ്ങൾക്ക് കിട്ടിയ ചില്ലറ പൈസ കൊണ്ട് തൻ്റെ അമ്മയ്ക്കും തൻ്റെ കൊച്ചുങ്ങൾക്കും ഭാര്യയ്ക്കും ഒന്നും അവർ ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നോർത്ത് കരയുന്ന നല്ല അപ്പന്മാരുണ്ട്. അവരുടെ കഥ എത്ര പേര് നിങ്ങളോട് പറയാറുണ്ട്? സ്വന്തം കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെട്ട് ചോര നീര് ഒഴുക്കി രാവും പകൽ ഉറക്കം ഒളിച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർവ്വതും ചെയ്ത് അവരുടെ തുണി അലക്കി അവരുടെ കട്ടിയവനെ ശുശ്രൂഷിച്ച് സർവ്വകാര്യങ്ങളും ചെയ്ത് ഇതിനിടയിൽ പള്ളിയിലും പോയി പൂർണ്ണമായി പ്രാർത്ഥിച്ച് ഒരു ദിവസം പോലും പള്ളിപ്പൊക്കും മടക്കാതെ പ്രാർത്ഥിക്കുന്ന അനേക അമ്മമാരുണ്ട് നമുക്ക്. അത് ആർക്കും അറിയത്തില്ല. അവരൊക്കെ ഏതോ ഇരുട്ടിൽ കിടക്കുക. ഇവരുടെ കഥകളൊക്കെ നിങ്ങൾ മക്കളോട് വിളിച്ച് പറ. ഈ കഥ ശരണ്യുടെയും കിരണിയുടെയും വീട് പോയവരുടെ തകർന്നു പോയവരുടെ കഥ അല്ല പറയേണ്ടത്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ലക്ഷക്കണക്കിന് നല്ല മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് കാണാനില്ല. കാരണം നമ്മുടെ TV വെച്ചാൽ നശിച്ചു പോയവരുടെ കഥ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. വാട്സപ്പും ഫേസ്ബുക്കും എടുത്താൽ ഇത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ അങ്ങനെയല്ല, ഒരുപാട് വിശുദ്ധർ നമുക്ക് ചുറ്റുമുണ്ട്. വല്ല മനസ്സിലായ അച്ഛന്റെ ആ ആത്മരോഷമാണ് നമ്മൾ കാണേണ്ടത്. അച്ഛന്റെ ഒപ്പവും നമ്മൾ നിൽക്കേണ്ടതുണ്ട്. തള്ള ഇപ്പൊ ഇവിടെ നിൽക്കുക അവിടെ നിൽക്കുക, അതേ മറ്റേ അച്ഛൻ്റെ അടുത്ത് നിൽക്കുക, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയാലും. ഇവരെല്ലാവരും ചേർന്നൊരു കോമ്പറ്റീഷൻ ഐറ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൃപാസനം അപ്പച്ചന്റെ വളർച്ച ഇവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഹിന്ദുമത വിശ്വാസികൾ പോകുന്നുണ്ട്. അല്ല ചെങ്കീരി RSSകാരന്മാർ, നിങ്ങളിത് കാണുന്നില്ലേ? കൃപാസനം വളരുകയാണ്, അതിൽ കൂടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ലവ് എന്തരി അത് വേറെയാണല്ലേ, ജിഹാദികളാണല്ലേ കുഴപ്പം. നോക്കിക്ക, സൂക്ഷിച്ച. ആലപ്പുഴക്കാര് മൊത്തം കൃപാസനം അപ്പച്ചന്റെ കൈകളിലാണ്. അദ്ദേഹം ഇങ്ങനെ അമ്മാനമാടുകയാണ്, ആറാടുകയാണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനിത് ആരെയും ഉപദ്രവിക്കാൻ ചെയ്തതല്ല. എൻ്റെ ഐക്യദാർഢ്യം ഞാൻ കൃപാസനം അപ്പച്ചന് വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി ചെയ്ത വേദിയാണ്. ആർക്കും കുരുപൊട്ടലും കൊണ്ട് കൊണ്ടുവന്നാൽ ഇത് ഷെഫീനയുടെ ടൈം ലൈനാണെന്ന് മറന്നും പോകണ്ട. അത് തന്നെ. ആരെങ്കിലും എന്നെ താണ്ടി എന്നെ മീറി വേണം കൃപാസനം അപ്പച്ചനെ തൊടാൻ. മനസ്സിലായല്ലോ? നോട്ട് ദ പോയിന്റ്. ഇത് ഫൈനലാണ്, ഫൈനൽ ടോക്ക്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം.